നിങ്ങളോട് എന്തേലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറയുമ്പം എപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് ഇക്കാനെ കാണാൻ കൊതിയാവണു. ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് ഇക്കാനെ. നീ ഒന്ന് നിർത്തിക്ക. നിനക്ക് എപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മനുഷ്യനിവിടെ ആകെ ലോണും കടും ഒക്കെ കൂടി ആയിട്ട്. ഹലോ, ആരാ ഇത്? നിങ്ങൾ ആർക്കാ വിളിച്ച്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ ആരാ? ആദ്യം താൻ ആരാ പറ. എനിക്ക് നിന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലടാ, സോറി. നിനക്ക് സുഖല്ലേ? അല്ല, നിനക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടി? ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവര് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അതായത് അവിടെ എന്തോ നല്ലതുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും പോയത്. ഓൾമോസ്റ്റ് പകുതി കുടുംബങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് തകരുന്നത്. ഇവിടെ കിട്ടുന്നതിലും സന്തോഷം അവിടെ കിട്ടും എന്നുള്ള രീതി, അത് വിചാരിച്ചാണ് ഉള്ള സന്തോഷമൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ചിലരൊക്കെ ചിലപ്പോൾ ഭർത്താവിൻ്റെ പീഡനം കൊണ്ടോ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ പീഡനം കൊണ്ടോ ഒക്കെ പോകുന്നതായിരിക്കാം. ഇത് അതുപോലുള്ള വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും അവരുടെ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അവിടെ ഇപ്പം ഇനി മൊബൈൽ ഷോപ്പുകാരനായാലോ ഇനി ആരായാലും തന്നെയും ഒളിച്ചോടി പോവുക തന്നെ ചെയ്യും. എപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് ഇക്കാനെ കാണാൻ കൊതിയാവണു. ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് ഇക്കാനെ. നീ ഒന്ന് നിർത്തിക്ക. നിനക്ക് എപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മനുഷ്യനിവിടെ ആകെ ലോണും കടും ഒക്കെ കൂടി ആയിട്ട് അതിന്റെ ഇടയിൽ കടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാണ് ഒരു കിന്നാരം പറിച്ചിട്ട്. ചൂടാവല്ലിക്ക, എനിക്ക് ഇക്കാന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. എന്നാലും എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വർഷം എത്രയെന്നറിയോ? 4 കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ പോയതാണ്. ഇക്കാനൊന്ന് നേരമണം കണ്ട് കൊതി പോലും തീർന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. തൽക്കാലം നിന്റെ കൊതിയും പൂതിയോ കാട് നിൽക്കട്ടെ. ആദ്യം എന്റെ കടങ്ങൾ തീരട്ടെ. അടുത്ത ആഴ്ച 2 EMI ഇല്ലേ, അതിന്റെ പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. നീ പോയി അടച്ചോ. ശരി എന്നാ. കട്ടാക്കല്ലേ? എന്താടി? എന്നാ എനിക്കൊരു ഉമ്മതാ. നിനക്ക് എന്താ ജസ്ന, തനിക്ക് വല്ല ഓണം ഉണ്ടോ? നമ്മളെന്താ പ്രേമിക്കുക ഫോൺ കൂടെ ഉമ്മ വെച്ച് കളിക്കാൻ? നീ ഒന്ന് കട്ടാക്കി പോക്കാ. കട്ടാക്കല്ലേ? ആ തുടങ്ങി പെണ്ണിന്റെ കിക്കേ. അവനക്ക് ഇത്തിരി തൊയിരം കൊടുക്കടി. നിന്റെ ഈ സ്നേഹപ്രകടനം കൊണ്ടുള്ള വീർപ്പ് മുട്ടിക്കിന് സഹിക്കാൻ പറ്റാത്തോണ്ടാ അവരിങ്ങനെ ഫോണ് കട്ടാക്കി പോണത്. 24 മണിക്കൂറും അതെ. കിക്കാൻ നിങ്ങൾ എപ്പോഴാ വരിക? ഈ ഒരു ജരം തന്നെ ഉള്ളു അവൾക്ക്. ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ പുതുമോടികളാണല്ലോ അവനെ ഫോണിൽ കൂടെ കൂറുകാൻ വേണ്ടിട്ട്. കഷ്ടം. എന്റെ വിഷമം എന്താരും മനസ്സിലാക്കാത്ത. ഒറ്റയ്ക്കിരുന്ന് മനുഷ്യർക്ക് മതിയായി. എവിടേക്കാ? ഫോണൊക്കെ ഞാൻ എടുക്കാം, നീ പോയിട്ട് നിന്റെ പണികൾ നോക്ക്. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. ഇവിടെ മുസ്ലിം സ്ത്രീകളാണ് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നു എന്നുള്ള ഭാഗത്തോടൊന്നും എനിക്ക് ന്യായീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ പലരും പറഞ്ഞു കേൾക്കുന്നത് പ്രവാസികളുടെ ഭാര്യ എന്നുള്ള നിലയിലാണ്. അവിടെ പ്രവാസികളായ ഭർത്താവുള്ള സ്ത്രീകൾ ഇവിടെ നാട്ടിൽ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്. ആ സമയത്ത് ആ അവസരം മുതലാക്കി കുറേ പേര് വലവീഴ്ചകൾ തന്നെ ചെയ്യും. ആ വലയിൽ കുടുങ്ങുന്നവരുമുണ്ട്, ഭർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എല്ലാ മുസ്ലിം സ്ത്രീകളെയും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അങ്ങനെയല്ല, കൂടുതൽ പേർക്കും സ്വന്തം ഭർത്താവും മക്കളും ഒക്കെ തന്നെ ആയിരിക്കും ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് അവർ പോകത്തുമില്ല. ഇവിടെയൊക്കെ പോലീസ് അന്വേഷിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം, പോലീസിന് ഇതിലും വലിയ ജോലികൾ അവിടെ കിടപ്പുണ്ട്. ഒരുപക്ഷെ പോലീസ് ആദ്യം അന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കാം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോയതാണ്, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസിന് പിന്നീട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം പ്രായപൂർത്തിയായ 2 പേരാണ് പോയിരിക്കുന്നത്. ആ സ്ത്രീയുടെ കൂടെയുള്ളത് ആ സ്ത്രീയുടെ കുട്ടിയുമാണ്. അങ്ങനെയുള്ളപ്പോൾ ധൃതിയിൽ അവരെ കണ്ടെത്തേണ്ട കാര്യമൊന്നും പോലീസിനില്ല. കാരണം വീട്ടിലുണ്ടായിരുന്ന സ്വർണവും കൊണ്ടൊക്കെയാണ് ഇവർ പോയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പോലീസിന് തന്നെ മനസ്സിലാവും കരുതിക്കൂട്ടി അവർ ഒളിച്ചോടി പോയതാണെന്നുള്ള കാര്യം. ഹലോ. വലൈക്കും സലാം. കഴിച്ചറമ്മാനെ? ഇല്ല മാന, ഉമ്മ കഴിച്ചിട്ടില്ല.
ഇക്കാണല്ലോ. ഇക്ക വീഡിയോ കോൾ ചെയ്യ്, എനിക്ക് ഇക്കന്നെ ഫോണിൽ കൂടെയെങ്കിലും കാണാലോ. ഓ അവിടെ ഒരു വീഡിയോ കോള് നിനക്ക് കണ്ടാലേ സംസാരിക്കാൻ പറ്റൂ. പിന്നെ ഇന്നെന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവന്റെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്ത് സാധനങ്ങളൊക്കെ? പിന്നെ എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊടുത്തു വിടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഞാനിവിടെ പണിയുടെ പൈസക്ക് മൊത്തേ നിനക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാ. ഒന്ന് പോടി, ഇത് നിനക്കുള്ള സാധനങ്ങളൊന്നുമല്ല. അവനത് അവിടെ കൊണ്ടുവന്ന് തരുമ്പോഴേ നീ അത് മേടിച്ചു വെച്ചാൽ മതി. അത് കൊണ്ടുപോയുള്ള ആൾ അവിടേക്ക് വന്നോളൂ. പിന്നിക്ക എന്റെ കൂട്ടുകാരില്ലേ സുഹൈല, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവളുടെ ശരി ശരി, കുറച്ച് തിരക്കുണ്ട്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശരിയുണ്ട്. കാരണം ഒരാൾ ഒളിച്ചോടി പോകണമെങ്കിൽ എല്ലാം മറ്റേ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മാത്രം വിചാരിക്കരുത്. ചിലയിടങ്ങളിൽ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടോ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടോ ഒക്കെ ഇങ്ങനെ ഒളിച്ചോടി പോകാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോയെന്ന് അറിയത്തില്ല. ഇനി നാളെ അവർക്ക് അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കേട്ടിട്ട് കൂടിയായിരിക്കണം അവരെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ. ഒരുപക്ഷെ അവിടെയൊക്കെ അവർക്ക് വേറെ ഓപ്ഷൻ സ്വീകരിക്കാമായിരുന്നു. ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡിവോഴ്സ് ചെയ്യാമായിരുന്നു. അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അത് ചെയ്യാതെ ഈ രീതിയിൽ പോകുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്പറോ? ഹലോ ഹലോ, ആരാ ഇത്? നിങ്ങൾ ആർക്കാ വിളിച്ച്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ ആരാ? ആദ്യം താൻ ആരാ പറ. റോങ് നമ്പർ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് റോങ് നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഹേ, ചൂടാവില്ലേ? ഇത് ജസ്നി അല്ലേ? അതെ, നിങ്ങളാരാ? ഓ, അപ്പൊ നീ എന്റെ ശബ്ദമൊക്കെ മറന്നൂല്ലേ? എനിക്കത്ര അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അൻവറാടി. ഇപ്പൊ ഓർമ്മ വന്നോ? ഓ, അൻവർ. അയ്യോ, എനിക്ക് നിന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലടാ, സോറി. നിനക്ക് സുഖല്ലേ? അല്ല, നിനക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി. അല്ല, എന്താ നിന്റെ പ്രശ്നം? നീ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ. അതൊന്നും ഇല്ലടാ. ഓ, പ്രൈവസി ആയിരിക്കുംല്ലേ? ഓക്കെ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറയണ്ട. അങ്ങനൊന്നും ഇല്ലടാ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? പക്ഷെ ഇവര് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവര് നാട്ടിൽ തന്നെ ഉണ്ട്. ഇവര് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. അപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കണത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. എല്ലാ ഒളിച്ചോട്ടങ്ങളും ശാശ്വതമാവുമെന്ന് തോന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഒളിച്ചോട്ടങ്ങളും ഫെയിൽ ആവുമെന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരും ഉണ്ട്. അതായത് ഒളിച്ചോടിപ്പോയി മറ്റൊരാളുടെ കുട്ടിയുമായിട്ട് ജീവിക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാം. അങ്ങനെയുള്ളപ്പോൾ എല്ലാ ഒളിച്ചോടലുകളും ഫെയിലായി പോകുമെന്നുള്ളതും മിഥ്യാധാരണയാണ്. അതൊക്കെ എല്ലാം തെറ്റാണെന്ന് മറ്റു പലർക്കും തോന്നുമെങ്കിലും അവർക്ക് അവരുടേതായ ശരികളും കാണുമായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ഭർത്താവ് പറയുന്നത് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒളിച്ചോടിപ്പോയ ഭാര്യ എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് പെണ്ണൊന്നും കിട്ടണില്ലടി, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. എനിക്കാകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിന്നെയാണ്. പക്ഷെ നടക്കാൻ തന്നെ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ശരിയാവുമായിരിക്കും. നീ ഇപ്പൊ എവിടെ? ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ടടി.
എന്റെ അമ്മായിമ്മ വിളിക്കുന്നുണ്ട്. ഓക്കെ ഡിന്നാ, ശരി, ഞാൻ വിളിക്കാം. ശരി. എന്തെന്നെ വിളിച്ച്? പോയിട്ടൊരു ചൂടുവെള്ളം എടുത്തിട്ട് വാ, ഈ ഗുളിക ഒന്ന് മുഴുങ്ങാൻ. പിന്നെ ഇനി ആ ഫോണും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിലിരിക്കാണ്ടേ പോയി അടുക്കളയത്തെ പണികൾ നോക്ക്. പഞ്ഞാൾക്ക് പറ്റിയില്ല. തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണവരുള്ളൂ. ബാക്കിയൊക്കെ അവനവന്റെ ലൈഫിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാറത്തേക്ക് ചാടുന്ന അവസ്ഥ അല്ലേ? ഇത്രേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാള് വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്നവർ നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ ഏത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് കൊല്ലം, പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. ഈ പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. ചിലപ്പോൾ അദ്ദേഹം കയറിയ ഗ്രൂപ്പിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും വാർത്തകളായിട്ട് വരുന്നത്. അതായത് താത്തമാരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും വാർത്തകളായിട്ട് വരുന്നത്. എന്നാൽ എല്ലാ മതക്കാരുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങളുണ്ട്. അതിൽ കൂടുതലാണ് പിടിക്കപ്പെടാനുള്ളത്. പലരും ഇപ്പോഴും അഫെയറുമായിട്ടും ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പലതും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ പിടിക്കപ്പെട്ടതിനെ ഇങ്ങനെ വർഗീകരിക്കുമ്പോൾ അതിനോടൊട്ടും യോജിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അവരെ അടച്ചിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മുന്നോട്ട് അവരുടെ ജീവിതം പോകുന്നു എന്നുള്ള നിലയിലായിരിക്കും പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവകാശപ്പെടുന്നത്. ഇതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെക്കനായിരിക്കും. ഓള് വരുന്നതിന് ഫോൺ എടുക്കാം. ഹലോ, അല്ല ഉള്ള അമ്മായിമ്മ ഇതാരാ? ഹലോ ഹലോ, കട്ടാക്കി. ഏതവനത്? ഉള്ള അമ്മായിമ്മ പറഞ്ഞപ്പോ കട്ടാക്കി പോയി. എന്തോ പന്തികേടുണ്ട്. എന്തമ്മ, ആരെയും വിളിച്ചാ? വിളിച്ചു. ഏതവനാടി അവൻ? ജസ്നി അല്ല, അവളുടെ അമ്മായിമ്മ പറഞ്ഞപ്പോ ഒരൊറ്റ കട്ടാക്കി പോലും. ആരാടി അത്? ആവോ, എനിക്കറിയില്ല. നിനക്ക് അറിയാണ്ട് നിന്റെ നമ്പർ എങ്ങനെയാടി അവനക്ക് കിട്ടുന്നത്? എനിക്കറിയില്ല പറഞ്ഞില്ലേ. നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തരി. പിന്നെ നിന്റെ DP-ത്തെ ഹെയർ സ്റ്റൈലോ, അയ്യേ അത് കണ്ടാലും മതി. ഞാൻ മാറ്റിക്കോട്ടോ, ഭയങ്കര പോറാ. ആടോ അതെനക്ക് ചേരുന്നില്ല. പോടാ ഡി. ഈ പണി എന്തെങ്കിലും കഴിയോ? മണിക്കൂറായാലും നീ ഇവിടെ തന്നെ അങ്ങനെ അടിച്ചുകൊണ്ട് നിക്കണു. നിന്റെ ഒപ്പം നിന്റെ പെറുമ്പോഴേ ഈ ഫോണും ഉണ്ടായിരുന്നടി കൂടെ. എപ്പൊ നോക്കിയാലും ഈ കുന്ത്രാണ്ടും പിടിച്ചും കൊണ്ട് തന്നെ നിലത്ത് വെക്കണില്ല. അത് ഇപ്പൊ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഉമ്മാക്കിപ്പൊ എന്താ വേണ്ടത്?
നീ ആരോടാണ് ഇങ്ങനെ ഫോണിൽ കുറുകണത്? 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്റെ മകനല്ല, അവൻ ഈ വിഷളത്തരത്തിൽ നിൽക്കില്ല. അവനിക്ക് അവിടെ വേറെ പണിയുണ്ട്. ഇതേതോ പണിയും തരൂല തലവലാതിയാ. ഏതവനടി അവൻ? കുറച്ചു നേരത്തെ നിന്റെ ഫോണിക്ക് വിളിച്ചില്ലേ? ഞാൻ നിന്റെ അമ്മായിമ്മ വന്നപ്പോ ഫോൺ കട്ടാക്കി പോയവൻ അവനാണ്. അവൻ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഫോണിക്ക് ഇങ്ങനെ വിളിക്കുന്നത്? എന്താണ് നീ അവൻ തമ്മിലുള്ള ബന്ധം? പെണ്ണെ തലമറന്ന് എണ്ണ തേക്കണ്ട. എന്റെ മാൻ അവിടെ ബഞ്ഞനാട്ടിൽ കടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റുള്ള അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷേ ഇത് കാര്യത്തോട് അടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഉണ്ടാവില്ലേ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും. അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും തിന്നുകണ്ട് കഴിഞ്ഞാലേ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ആ സാധനം കാഷ്ടമായിട്ടാണ് പോകേണ്ടി വരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. കാരണം ഇത് തിന്നുമ്പോഴും അതിലിങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ മന്തി ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ അത് കാണാനൊരു രസമാണ്. അതിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. തീറ്റ കണ്ട് കഴിഞ്ഞാൽ ലേശം കൊണ്ട് ഓവറായാലും വയറൊക്കെ കൊണ്ട് വേദന ആയാലും നമുക്ക് തോന്നും തിന്ന ലേശം കൂടിപ്പോയോ. ഇത് തിന്നല് കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. ഇവിടെയൊക്കെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, ഇനിയും ഇത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി എത്ര അവയർനെസ് കൊടുക്കുകയാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മനുഷ്യരാണ്. എല്ലാ മനുഷ്യരിലും ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് പല രീതിയിലായിരിക്കും പുറത്ത് കാണിക്കുന്നത്. ചിലർക്ക് ശാരീരികമായിട്ടുള്ള സുഖമായിരിക്കും വേണ്ടത്, ചിലർക്ക് മാനസികമായിരിക്കും, ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇങ്ങനെയുള്ള ഒളിച്ചോടുകളിൽ പൂർണ്ണമായിട്ട് അവരെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ഒളിച്ചോടിപ്പോയവരുടെ വശം ആരും കേൾക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ പറയുന്നതാണ് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന രീതിയിൽ. പക്ഷെ പഴങ്കഞ്ഞിയും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരും ഈ നാട്ടിലുണ്ട് എന്നുകൂടി ഓർക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ഫോണിൽ ഇങ്ങനെ കണ്ടവന്മാർത്തൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുക. നാട്ടുകാർ അറിഞ്ഞണ്ടല്ലോ കുത്തി ചീർക്കും. ഒന്ന് നിർത്തുമ്മ. നാവിൽ ലൈസൻസ് ഇല്ല പറഞ്ഞുകൊണ്ടേ എന്തും പറയാന്ന് വിചാരിക്കണ്ട. എന്നെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞണ്ടല്ലോ എന്റെ അമ്മായിയമ്മയൊന്നും ഞാൻ നോക്കില്ല. ഏതോ ഒരുത്തും ഇവിടെ കസ്റ്റഡിയിലായിട്ടുണ്ട്, അതുറപ്പാ. അല്ലാണ്ട് ഇവിടെ നാവിന് ഇത്ര നീളം വരില്ല. അതിന് നമ്മൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നില്ലേ? ആടാ അതൊക്കെ ഒരു കാലം. അപ്പൊ സംഭവം സത്യാണ്. ഈ പണ്ടാരക്കാലം എന്റെ മോനെ ചതിക്കാണ്. എത്ര കാലമാണോ റബ്ബ് ഇത് തുടങ്ങിയിട്ട്. ഞാൻ അല്ലെങ്കിൽ വേണ്ട, എന്റെ മാവൻ വിളിക്കട്ടെ, അവൻ്റെ അടുത്ത് തന്നെ പറയാം. അവൻ കൊടുത്തോളും വേണ്ടത്. അയ്യടാ അവന്റെ ഒരു തമാശ. നിന്റെ തമാശ കുറച്ച് കൂടുണ്ട് കേട്ടാ. ഡാ ഒരു മിനിറ്റ്, ഇക്ക് വിളിക്കണ്ട്. നീ കട്ടാക്കൊന്നും വേണ്ട, ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഇതതിന് അധികം നേരം ഒന്നും സംസാരിക്കില്ലടാ. ആകെ 1-2 മിനിറ്റ്. അതും വീട്ടിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വിളിക്കണ്ടാവുക. നീ ഒന്ന് ഹോൾഡ് ചെയ്. ഹലോ. ആരായിരുന്നു ഫോണില്? അതെന്റെ ഉമ്മയായിരുന്നു. പിന്നെ ഉമ്മാനെ കൊണ്ട് നാളെയാണ് ഹോസ്പിറ്റലിൽ പോണ്ടത്. അതിനുള്ള പൈസ ഞാൻ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഞാൻ അത് എടുത്തു കൊടുക്കും കേട്ടോ. ശരി എന്നാ. എന്താടി ഫോൺ കട്ടാക്കാൻ ഇത്ര തിടുക്കം? നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും കാര്യം പറയാൻ വിളിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ? ശരി ശരി. ഡാ പറയ്. ഞാൻ പറയില്ലേ, ഇത്ര തന്നെ ഉള്ളൂ. അതൊക്കെ പറയാനാണെങ്കിൽ കൊറേ ഉണ്ടടാ മോനെ. ഭയങ്കര ക്ഷീണം, തല ഉറങ്ങിയിട്ട് വയ്യ. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം. കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളോട്, നാട്ടിലുള്ള ആളുകളോടൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം. അത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം. അവിടെ ഒളിച്ചോടി പോവുക എന്ന് പറയുന്നതും ഡിവോഴ്സ് ആയി പോകുന്നു എന്നുള്ളതും രണ്ടും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവിടെ നിയമപരമായിട്ട് എല്ലാ കുരുക്കുകളും അഴിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒളിച്ചോടി പോകാമല്ലോ.
പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. വയ്യ. വയ്യ. ഡി, നിന്റെ പോക്ക് എവിടേക്കാടി? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? കളിക്കല്ലേ പെണ്ണ നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങിക്കോളണം അവിടുന്ന്. കണ്ടവന്മാരൊക്കെ കൂടെ കൂടിയിട്ട് വയറ്റിലുണ്ടായിട്ട് എന്റെ മാന്റി എന്റെ കുടുംബത്തിന് വരെ ചീത്ത പേരുണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്ങ. നിന്നെ തൊല്ലിക്കൊന്ന് കുഴിച്ചുമൂടി ഞാന്. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഞാനൊന്നും പറയണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. കണ്ട തേവിടിച്ചു കളിയൊന്നും എന്റെ മാനിക്ക് ഭാര്യയായിട്ട് വേണ്ടീ. നീ പോയാലും വേറെ ആയിരണത്തിന് കിട്ടൂടി എന്റെ മാനിക്ക്. നിർത്തിക്ക നിങ്ങള്. ഇനി എന്തെങ്കിലും വേണ്ടതിന് എന്നോട് പറഞ്ഞ. നിങ്ങൾ കുറെ നേരമായല്ലോ നിങ്ങളുടെ മകന്റെ മഹാത്മ്യം എങ്ങനെ വളമ്പണു. ആ മകൻ ഇങ്ങനെയൊക്കെ ആയത്. എന്താണ് എന്റെ മകൻ നിന്നെ ചെയ്തത്? എന്താ ചെയ്തു? നിങ്ങളുടെ മകൻക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ, സമയവും ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് സംസാരിക്കാൻ താല്പര്യം സമയം ഉള്ളവരോട് സംസാരിക്കും. നിങ്ങളുടെ മകൻ വിളിച്ചാലേ ആകെ 1-2 മിനിറ്റ് സംസാരിക്കും. അതും ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം. തിരക്കുള്ളവർ അങ്ങനെ തന്നെ. എന്റെ മകനോട് സുഖവാസത്തിന് പോയതല്ല, 4 കാശ് ഉണ്ടാക്കാൻ പോയതാ. പിന്നെ ദുബായ് മൊത്തം ഇയാളുടെ മണ്ടയിലാണ് ഇരിക്കുന്നത്. എന്റെ ഉമ്മ, ഞാനൊരു പെണ്ണാണ്, എനിക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. ഇക്ക പോയിട്ട് 4 വർഷമായി. 4 വർഷം. അതും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പത്തിനും പോയി. എന്റെ ഉമ്മ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണേനെ കുറച്ച് പരിധികളുണ്ട്. എന്തിനാ പറഞ്ഞത്? ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടൊരു വാക്ക് അതുപോലും ചെയ്യില്ല നിങ്ങളുടെ മകൻ. ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം. ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല അറിയും. നമ്മൾ ആ പുരുഷന്മാരോടാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹവും കാണാതെ, അവരുടെ സ്നേഹം കാണാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ക്രൂരതയാണ് ചിന്തിച്ചത്. അത് വേറൊരാളെ പ്രോപ്പർട്ടിയാണ്, വേറൊരാളെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യമൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ല. കാരണം നിങ്ങൾ അവരുടെ പെരുമാറ്റമാണ് പ്രശ്നം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഈ രൂപഭംഗിയൊക്കെ ഇപ്പൊ കാണുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ, പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ള ഒരാളല്ലേ എന്ന് തോന്നും. പക്ഷെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പോകും. ആ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൊണ്ടുപോയോ? കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം, കാമുകിക്ക് കൊടുക്കുന്ന കെയറിങ്, അവരോട് കാണിക്കണ പഞ്ചാരവാക്ക് സ്വന്തം ഭാര്യയോടൊന്ന് പറഞ്ഞോക്ക്. അതേ സ്നേഹം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരെയാക്കുക എന്നല്ലാതെ ഇതുപോലത്തെ ഒരു രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തോന്നാം. പക്ഷെ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. എല്ലാ മതത്തിൽപ്പെട്ടവരുടെ കുടുംബത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവിടേക്ക് ഒളിച്ചോടലൊക്കെ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആപേക്ഷികമാണെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പലരിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. ചിലർക്ക് തെറ്റായിട്ട് തോന്നണമെന്നില്ല, ചിലർക്ക് വലിയ തെറ്റായിട്ട് തോന്നും, ചിലർക്കത് മോശമായി പോയെന്ന് തോന്നും, ചിലരത് വൈകാരികമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അവിടെ ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത് ആ കുട്ടികൾക്കായിരിക്കും. കാരണം അവർക്ക് അവരുടെ അച്ഛനെയോ അമ്മയോ ഒക്കെ നഷ്ടമാവും. പിന്നീട് അച്ഛനെയോ അമ്മയോ അവർക്ക് ഒരുമിച്ച് കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് കുട്ടികൾക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല രീതിയിലുള്ള ആൻസർ അവർക്ക് പറയേണ്ടി വരും. പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരും. അതൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും വേറൊരു ജീവിതം കിട്ടുമായിരിക്കും. എന്നാൽ കുട്ടികൾക്ക് അവരുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ പിന്നെ മരുമകളിനല്ലല്ലോ വേണ്ടത്, ഒരു വേലക്കാരിനെയല്ലേ. എന്നാ പിന്നെ കുറച്ച് ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ വെച്ചാൽ അതിനും സംഭവിക്കില്ല. ഞാൻ എന്താ വല്ല മൃഗമാണോ അങ്ങനെ കൂട്ടിലിട്ട് അടച്ച പോലെ ഇവിടെ കടക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് പറ്റില്ല. കുറെ സഹിച്ചു ഞാൻ. എനിക്ക് മതിയും കൊതിയായി. ഒന്നും പറയണ്ട വിചാരിച്ചതാ ഞാൻ. ആ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഇടയ്ക്കിടയ്ക്ക് ആരാ വിളിക്കണമെന്ന്? അതെന്റെ ഫ്രണ്ടാ, എന്റെ ഒപ്പം പഠിച്ച എന്റെ കൂട്ടുകാരൻ. അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ പറയണത് കുറച്ചെങ്കിലും കേട്ടിരിക്കുന്നത് അവനാ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ മോശം ബന്ധമൊന്നും ഞാനും അവനും തമ്മിലില്ല. ഞങ്ങളെ അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സാണ്. ഞാൻ അവന്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പം അതുകൊണ്ട് എന്നോട് സഹതാപം തോന്നിയിട്ടായിരിക്കും അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത്. ഒരാണും പെണ്ണും നേരിട്ട് കണ്ടു സംസാരിച്ചു എന്ന് വെച്ചിട്ടേ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമാവണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞായിട്ടല്ലേ തോന്നുള്ളൂ. എനിക്കൊന്നും പ്രിയപ്പെട്ടതേ എന്റെ ഇക്ക തന്നെ. പക്ഷെ അത് ഇക്കാക്കും കൂടി തോന്നണ്ടേ? ആ പിന്നെ ഞാൻ ഛർദിച്ചത് അതാണല്ലോ നിങ്ങൾക്ക് സംശയത്തിന് തുടക്കം. എനിക്ക് ഡേറ്റ് ആവാറായി. അങ്ങനെയുള്ള സമയത്തേ എനിക്ക് ഛർദിയും ക്ഷീണവും തലർക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിലും അത് മനസ്സിൽ തന്നെ വെച്ചോ. മാറ്റാനേ എനിക്ക് താല്പര്യം ഇല്ല.
ഇനി ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനത്തെ പോക്കിൽ കൂടുതൽ താത്തമാരാണ്. നിങ്ങൾ എന്നോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ നിരവധി വരുന്ന ഫോട്ടോസുകളിലും വീഡിയോസുകളിലും കാണാം. ഈ കേസ് കൂടുതലും വരാറാരിലാണ്? നമ്മളെ താത്തമാരാണ്. അപ്പോൾ മഹൽ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിന് അവയർനെസ് കൊടുക്കണം. ഇവിടെയൊക്കെ പലരും പറയുന്നതിൻ്റെ തൊട്ട് മുസ്ലിം സ്ത്രീകളാണ് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ ഇതെല്ലാം പഴിചാരുന്നതിനോട് ഒട്ടും യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.